ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചൈനീസ് ടൈപ്പ് ഒരു നൂഡിൽസാണ്. അതും മാഗി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഈ മാഗി മസാല വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, അത് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ഭാഗം നീളത്തിൽ അരിഞ്ഞത്. സവാള ചെറുതായി ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞ ക്യാരറ്റ്, ബീൻസ്, കാബേജ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കം കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ വെജിറ്റബിളിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് സോസസ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. സോസിൻ്റെ അളവിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. വേണമെങ്കിൽ കുറച്ചും കൂടി സോസ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് മാഗി മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പാക്കറ്റ് മാഗി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാഗി മസാലയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ ഇതിനനുസരിച്ച് മാഗിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാഗി മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൽ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാഗി നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. മാഗി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. 2 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടി വെള്ളമുണ്ട്, അത് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് ഇത് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ചീസ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരളവിലാണ് ചീസ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചീസി സ്പൈസി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഞാനുണ്ടാക്കിയ ഈ നൂഡിൽസ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബായ്.